ഞങ്ങളന്ന് ചൂണ്ടിക്കാണിച്ചത് പെരിന്തൽമണ്ണ MLAക്ക് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ 5 വർഷക്കാലത്തിനിടയിൽ പൂർത്തിയാക്കിയ ഒരു വർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. അതാ ചോദിച്ചത്. പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗില് വളരെ മികച്ച നേതാക്കന്മാരുണ്ടല്ലോ. വർഷങ്ങളായി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ മന്ത്രിയുടെയും MLAയുടെയും പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള, സാമൂഹ്യ രംഗത്തുള്ള. പെരിന്തൽമണ്ണയിലെ വികസന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ദിവസം CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം, മുൻ നഗരസഭയിലെ സ്ഥിരസമിതി അധ്യക്ഷൻ കൂടിയായിരുന്ന ഉണ്ണികൃഷ്ണൻ മാഷും മുൻ നഗരസഭാ ചെയർമാൻ P. ഷാജിയും നമ്മോട് വ്യക്തമാക്കിയിരുന്നു പല കാര്യങ്ങളും. അപ്പൊ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് UDF-ലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പ്രതികരണം കൊടുത്തു. ഇപ്പൊ വീണ്ടും നമ്മോടൊപ്പം ഉണ്ണികൃഷ്ണൻ മാഷുണ്ട്. ഉണ്ണികൃഷ്ണൻ മാഷ് ശരിക്കും ടൗൺ ഹാളിന്റെ ആ ഭാഗത്ത് നിന്ന് നേരെ പ്രധാന ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റോഡ്, അത് കക്കൂത്ത് റോഡും എല്ലാം ഉൾപ്പെടുന്നത് 3,30,00,000 രൂപയ്ക്ക് പൂർത്തീകരിച്ചു എന്ന തരത്തിലായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ പൂർത്തീകരിച്ചോ, അതോ ഈ എന്താ പറയാ, ഇലക്ഷൻ സമയത്തുള്ള ചില പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ പറഞ്ഞു വെക്കലും ഒക്കെ ആണോ ഈ കാര്യങ്ങളൊക്കെ? ഞങ്ങളന്ന് ചൂണ്ടിക്കാണിച്ചത് പെരിന്തൽമണ്ണ MLAക്ക് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ 5 വർഷക്കാലത്തിനിടയിൽ പൂർത്തിയാക്കിയ ഒരു വർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. അതാ ചോദിച്ചത്. ഇപ്പൊ എന്താ അവസ്ഥ? നിങ്ങൾക്ക് മറുപടി ആയിട്ട് അദ്ദേഹം കാണിച്ചു തന്നത്, അല്ലെങ്കിൽ അവരുടെ ആളുകൾ കാണിച്ചു തന്നത്, ടൗൺ ഹാളിന്റെ മുന്നിലൂടെയുള്ള റോഡ് മാത്രമാണ്. ആ റോഡ് അവസാനിപ്പിക്കേണ്ടത് എവിടെയാണ്? മാട് റോഡിലാണ്. നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കും. എത്ര പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആളുകൾ അതിലെ സഞ്ചരിക്കുന്നത്. വളരെ പ്രയാസത്തിലാണ്. ഇപ്പോഴും അത് റോഡ് പൂർത്തിയാക്കിയില്ല. പാതി വർക്ക് പൂർത്തിയായാൽ പൂർണ്ണമായി എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, വില്ലേജ് ഓഫീസ്. അതും പാതി വർക്ക് പൂർത്തിയായിട്ടുള്ളൂ. അത് പൂർത്തിയായി എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇതിനു മുൻപ് ഞങ്ങൾ സൂചിപ്പിച്ച, വീണ്ടും ആവർത്തിക്കുന്നില്ല, പാതി വില തട്ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതാ പോക്കാ പോണെങ്കിൽ അദ്ദേഹത്തിനോട് എന്തോ ഒരു പാതിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഈ പോക്കാ പോണെങ്കിൽ നജീബിനെ പെരിന്തൽമണ്ണക്കാർ പാതി നജീബ് എന്ന് വിളിച്ചാൽ ഞങ്ങൾ കുറ്റക്കാരാവില്ല. അത്ര ഇതുമായി ബന്ധപ്പെട്ട്, വികസനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. മറ്റൊന്നെന്താ, ഏതോ കളത്തിലക്കരയിലെ ഒരു റോഡ് റീടാർ ചെയ്തു. ഇതൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക്, അതുപോലെ തന്നെ ഒരു കൗൺസിലർക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒരു MLA എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ സർക്കാർ അനുവദിച്ച 58-59 കോടിയോളം രൂപ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തുക എന്ത് ചെയ്തു? ഇപ്പോഴും അതിനെക്കുറിച്ച് വിശദീകരണം പറയുന്നില്ല. പാതി വില തട്ടിപ്പിന് എവിടുന്നാണ് ആ പണം കൊടുത്തു തീർത്തെന്ന് വിശദീകരിച്ചിട്ടില്ല. പെരിന്തൽമണ്ണയുടെ ആകെ വികസനം പൂർത്തിയാക്കിയതിനെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പെരിന്തൽമണ്ണയുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണം. ഇപ്പൊ എന്താ ചെയ്യണത്? ഇപ്പോ പെരിന്തൽമണ്ണയിൽ ആകെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ ബോർഡ് എന്നോ? അയ്യപ്പന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ത്യാഗം ചെയ്യാണ്. എവിടെ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാണ്. കൂട്ടരെ, ശബരിമല പ്രശ്നങ്ങളാകെ അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലുള്ള SIT ആണ്, നിയന്ത്രണത്തിലുള്ള SIT ആണ് ഈ കാര്യങ്ങളാകെ അന്വേഷിക്കുന്നത്. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ സമരം ചെയ്യേണ്ടത് ഹൈക്കോടതിക്ക് മുന്നിലോ SITക്ക് മുന്നിലാണ്. ഇതൊന്നുമില്ലാതെ എവിടെ ചെന്നിട്ടാ സമരം ചെയ്യുന്നത്? നിയമസഭാ കവാടത്തിന്റെ മുന്നിൽ. എന്നിട്ടോ പെരിന്തൽമണ്ണയിൽ ആകെ പ്രചരിപ്പിക്കുകയാണ് എന്തോ ഒരു അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരം. ആരാ പറയുന്നോ? 4 കൊല്ലം മുമ്പ് അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും മതസ്പർദ്ധ വളർത്തി എന്നുള്ള കേസ് നിലക്കാണ്. പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ ബോംബ് ആക്രമിച്ചു. പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. എന്ത്? അവിടുത്തെ പള്ളിക്ക് നേരെ ബോംബ് ആക്രമണം നടത്തി മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ വർഗീയ ലഹളയ്ക്ക് കോപ്പ് കൂട്ടി എന്നുള്ളതിന്റെ ഭാഗമായിട്ട് അതിനുള്ള കേസ് നടക്കുന്ന ആളാണ് ഇപ്പോ അയ്യപ്പ ഭക്തന്മാരുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതൊക്കെ പെരിന്തൽമണ്ണയുടെ MLAയെ കൂടുതൽ കൊച്ചാക്കാൻ മാത്രമേ ഉപകരിക്കൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ തൃശ്ശൂര് ഒരു MP ജയിച്ചതിന് ശേഷം തൃശ്ശൂർക്കാർക്ക് ആകെ മാനക്കാടായിരുന്നു. അതിന് സമാനമാണ് ഇപ്പൊ പെരിന്തൽമണ്ണ.
പെരിന്തൽമണ്ണയിലെ ഒരു MLA പെരിന്തൽമണ്ണക്കാർക്ക് ആകെ ഒരു മാനക്കേടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇതിനു മുമ്പ് പിണറായി വിജയൻ നിയമസഭയിൽ ഓട്ടമുക്കാൽ അട്ടിവെച്ച പോലെ എന്ന് പറഞ്ഞു. മറ്റ് എന്തോ ഒരു കാര്യം വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ തന്നെ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ പിടിച്ച് തോളിലിട്ട പോലെ അതെടുത്ത് തന്റെ തോളിക്കിട്ടിട്ട് പറഞ്ഞു, ഇത് എന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട്. വല്ല കാര്യമുണ്ടോ? ഇതേ രീതിയിൽ ഇങ്ങനെ സ്വയം അപഹാസ്യനാകുന്ന രീതിയിലേക്ക് പെരിന്തൽമണ്ണ MLA മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതില് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ MLA കുറിച്ച് കാര്യങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ 5 വർഷമായി അദ്ദേഹത്തിന് പൂർത്തീകരിച്ച ഒരു വികസനം ചൂണ്ടിക്കാണിക്കാനുണ്ടാകുമോ എന്ന കാര്യത്തില് ഉണ്ണികൃഷ്ണൻ മാഷ് അതാണ് ചോദിക്കുന്നത്. പൂർത്തീകരിച്ചത് ഉണ്ടാകുമെന്ന് ചോദിക്കണത്. UDFന്റെ മത്സര രംഗത്ത് അദ്ദേഹമായിരിക്കുമെന്നാണ് ഏകദേശം ഉറപ്പ്. അപ്പൊ പെരിന്തൽമണ്ണയില് UDFല് നല്ല നേതാക്കള് ഒക്കെ ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊരു ചോദ്യം പല ആളുകളും ഉന്നയിച്ചിരുന്നു. പല ആളുകളും പലരെ കുറിച്ചും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായ ആളുകൾ പെരിന്തൽമണ്ണയിൽ ഉണ്ട് എന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഈ പെരിന്തൽമണ്ണക്കാരെ, ഈ നാട്ടുകാരെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നതെന്ന ചോദ്യം പല ആളുകളും ഞങ്ങളോട് ചോദിച്ചു. അപ്പൊ പിന്നീട് അവരുടെ പ്രതികരണം കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. മാഷിന്റെ അഭിപ്രായത്തില് പെരിന്തൽമണ്ണയിൽ UDFല് നല്ല സ്ഥാനാർത്ഥികളാവാൻ കഴിവുള്ളവരൊന്നും ഇല്ലേ? പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗില് വളരെ മികച്ച നേതാക്കന്മാരുണ്ടല്ലോ. വർഷങ്ങളായി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ മന്ത്രിയുടെയും MLAയുടെയും പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള, സാമൂഹ്യ രംഗത്തുള്ള, ലീഗിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ പെരിന്തൽമണ്ണയിൽ MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യരാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇദ്ദേഹം അവര് ആരെങ്കിലും തന്റെ സ്ഥാനം തട്ടിയെടുക്കുമോ അല്ലെങ്കിൽ പുതുതായിട്ട് മറ്റുള്ളവർ രംഗപ്രവേശം ചെയ്യുമോ എന്നുള്ള ആദിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തോതിൽ വർഗീയമായ ചേരിതിരിവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് മുസ്ലിം ലീഗിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൂട്ടുക. നിങ്ങൾ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ, പെരിന്തൽമണ്ണയിലെ കോൺഗ്രസ്സുകാരെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തില് ഒതുക്കി, ആലിപ്പറമ്പിൽ ഒതുക്കി. പെരിന്തൽമണ്ണയിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കോൺഗ്രസ്സുകാർക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടിയത്. അതുകൊണ്ട് മുസ്ലിം ലീഗിനകത്ത് താൻ ഇടപെട്ട് ലീഗിന് വലിയ മേധാവിത്വം ഉണ്ടാക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് കോൺഗ്രസിനെ ഒതുക്കി തീർത്തുകൊണ്ടാണെന്നുള്ളത് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗിന് വളരെ മികച്ച നേതാക്കന്മാരുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും വളരെ വ്യക്തമായി ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞു, വികസനത്തിന്റെ കാര്യത്തിലാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് പൂർത്തീകരിച്ചതാവണം എന്നത് മാഷ് പറയുന്നു. അപ്പൊ ഇനി ചൂണ്ടിക്കാണിക്കുന്നത് പൂർത്തീകരിച്ച അതാവട്ടെ എന്ന് ജനങ്ങളും ഒന്ന് പൊതു അഭിപ്രായമായിക്കോട്ടെ അല്ലെ. അതുപോലെ പെരിന്തൽമണ്ണയില് മുസ്ലിം ലീഗില് മികച്ച സ്ഥാനാർത്ഥികളാവാൻ കഴിവുള്ള, പ്രാഗൽഭ്യമുള്ള, പ്രവർത്തന മികവുള്ള ആളുകൾ ഉണ്ട്. എന്നിരിക്കെ അവർക്കൊന്നും അവസരം കിട്ടാതെ പോകുന്നത് എന്താ പറയാ, അതിന്റെ കാരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ആരായിരിക്കും ഇവിടെ മത്സരിക്കാൻ എത്തുക എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും തീരുമാനമില്ല. ഇങ്ങനെ ഓരോരുത്തരെ ഇന്നയാള് മത്സരിക്കും എന്ന് പറയലാണ്. ഏതായാലും വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിന് കൃത്യമായ മറുപടി UDF നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹവും പ്രതീക്ഷിക്കുന്നുണ്ട്, ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.